നവകേരള സദസ്സിന്റെ ഭാഗമായി കരുനാഗപ്പള്ളിയിൽ സാംസ്കാരിക സായാഹ്നം സംഘടിപ്പിച്ചു. ചലച്ചിത്ര നടി ഗായത്രി സാംസ്കാരിക സായാഹ്നം ഉദ്ഘാടനം ചെയ്തു. പ്രതിസന്ധികളെ അതിജീവിക്കാൻ സ്വദേശിവൽക്കരണം ഉൾപ്പെടെ നടപ്പാക്കി അതിജീവനത്തിന് ശ്രമിക്കുന്ന വിദേശ രാജ്യങ്ങളെ സ്വപ്നഭൂമിയായി ധരിച്ച് പറന്നുപോകുന്ന പുതുതലമുറയ്ക്കു മുന്നിൽ നിങ്ങൾക്കായി ഇവിടെ ഒരു നവകേരളമുയർത്താം എന്ന വാഗ്ദാനമുയർത്തുന്ന സർക്കാരാണ് കേരളത്തെ നയിക്കുന്നതെന്ന് ചലച്ചിത്ര താരം ഗായത്രി പറഞ്ഞു. നവകേരള സദസ്സിന്റെ ഭാഗമായി കരുനാഗപ്പള്ളിയിൽ സംഘടിപ്പിച്ച സാംസ്കാരിക സായാഹ്നം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗായത്രി. അങ്ങനെ ഹൈടെക് ആയിട്ടൊരു സംവിധാനം കേരളത്തിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ഉപയോഗിക്കാൻ പറ്റുന്ന സംവിധാനമുണ്ടെങ്കിൽ അത് ഈ കേരളത്തിൽ കൊണ്ടുവരുമെന്ന് ഇച്ഛാശക്തിയുള്ള ഒരു മുഖ്യനും അവരുടെ കൂട്ടുകാരുമാണ് ആ ബസ്സിൽ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് ആ ബസ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. ലോകത്തിൽ ഏതെങ്കിലും ഒരു സംവിധാനം ഏത് നിലയിൽ ഹൈടെക്കായി നിൽക്കുന്നതാണെങ്കിലും അത് സാധാരണക്കാരായുള്ള ജനങ്ങളുടെ ജീവിതത്തിനെ സ്വാധീനിക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് കേരളത്തിൽ ഉണ്ടായിരിക്കും എന്ന് പ്രഖ്യാപിക്കാൻ ആർജവമുള്ള ഒരു പ്രസ്ഥാന നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ടാണ് 25 വർഷം കഴിയുമ്പോൾ ഒരു നവവൈജ്ഞാനിക കേരളം ലോക ഭൂപടത്തിൽ മറ്റേതൊരു സ്ഥലത്തെയും വെല്ലുന്ന രീതിയിലുള്ള സാങ്കേതിക തികവുള്ള വികാസമുള്ള മൂല്യബോധമുള്ള വൈജ്ഞാനിക ശക്തിയായിട്ട് ഒരു ഭൂമിയായി ഈ കേരളം മാറും എന്ന് നമ്മൾ ഇന്ന് പറയുന്നത്. കേരളത്തെ വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റാം എന്ന ഉറപ്പാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിനു പിന്നിൽ കേരളം അണിനിരക്കുന്ന കാഴ്ചകളാണ് നാം കാണുന്നത്. വ്യക്തികൾക്ക് വേണ്ടി ഈ രാജ്യത്തിന്റെ സമ്പത്തും വ്യക്തിത്വവും മാനവികതയും മുഴുവൻ അടിയറ വയ്ക്കാനാണ് കേന്ദ്ര ഭരണക്കാരുടെ ഉദ്ദേശമെങ്കിൽ ആ ഉദ്ദേശത്തിന്റെ ചിന്തകളെ തിരുത്താൻ ഏതറ്റം വരെയും പോകുമെന്ന സന്ദേശം കൂടിയാണ് നവകേരള യാത്ര ഊട്ടിയുറപ്പിക്കുന്നതെന്നും ഗായത്രി കൂട്ടിച്ചേർത്തു. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി സിവിൽ സ്റ്റേഷന് സമീപത്തെ നവകേരളം സ്ക്വയറിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പുരോഗമന കലാസാഹിത്യ സംഘം ഏരിയ പ്രസിഡന്റ് TN വിജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അനിലാർ പാലവിള, ജില്ലാ പ്രസിഡന്റ് ബീന സജീവ്, സൂസൻ കോടി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ്തി രവീന്ദ്രൻ, VP ജയപ്രകാശ് മേനോൻ, R രവീന്ദ്രൻ പിള്ള, RK ദീപ തുടങ്ങിയവർ പങ്കെടുത്തു. നവകേരള സദസ് മണ്ഡലം സംഘാടക സമിതിയുടെ ഉപഹാരം V വിജയകുമാർ ഗായത്രി വർഷയ്ക്ക് ചടങ്ങിൽ വെച്ച് കൈമാറി. തുടർന്ന് കവിയരങ്ങ്, വിവിധ കലാപരിപാടികൾ, നാടൻപാട്ട് തുടങ്ങിയവയും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.